ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഗോതമ്പ് പൊടിയാണ്, പിന്നെ ഈ കുമ്പളങ്ങ ഇത്രയും വേണ്ട, കുറച്ച് ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടി ഇത് വെള്ളത്തിൽ കൂടുതൽ വേണം. അപ്പോൾ ഈ രണ്ടും അളവ് നമ്മൾ മാറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഇതുണ്ട്, ഉപ്പ് ചേർക്കണം. ഉപ്പ് ഇത് വെച്ചിട്ടില്ല, ഉപ്പും കൂടെ എടുക്കണം. അപ്പോൾ അതും കാണിക്കാം. അങ്ങനെ അടുത്ത ഭാഗമായിട്ടുള്ള ഈ കുമ്പളങ്ങ നമ്മൾ ചെത്തി വൃത്തിയാക്കി അതിൻ്റെ മിക്സിയിൽ അടിച്ച് ജ്യൂസ് പോലെ ആക്കി വെച്ചിരിക്കുന്നതാണ് ഇത് ഉപ്പുണ്ട്, പച്ചവെള്ളം, ഗോതമ്പ് പൊടി. ഇത് ഈ കുമ്പളങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കുഴച്ച് ചപ്പാത്തി പരുവത്തിന് ഉപ്പും ആവശ്യത്തിന് ഉപ്പ് ചാറും ചേർത്ത്, കല്ലുപ്പാണ് കേട്ടോ, ഇത് അയഡൈസ്ഡ് കല്ലുപ്പല്ല, സാധാ കല്ലുപ്പാണ്. ഇതും വെള്ളവും കൂടെ ചേർത്ത് കുഴച്ച് നമ്മൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് ആക്കിയെടുക്കുന്നതാണ്. ഇനി കാണിക്കാം. അങ്ങനെ കുമ്പളങ്ങ നീര് കൊണ്ട് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കണം. അതിനുള്ള സാധനങ്ങൾ കുമ്പളങ്ങ ഇതിൽ നിന്നെല്ലാം കുറച്ച് ഒരു പടവലങ്ങയും കൂടെ ഇരിപ്പുണ്ട്, അതും ചേർക്കുന്നുണ്ട്. ഇത് തേങ്ങയും ഉണ്ടാവും. ഇതെല്ലാം ചേർത്ത്, ഇത് സാമ്പാർ മുളകാണ്, ഇതും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൊണ്ട് ഒരു വെജിറ്റബിൾ കറിയും ഉണ്ടാക്കും. അങ്ങനെ വെജിറ്റബിൾ കറിക്കുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴുത്തങ്ക, വെണ്ടയ്ക്ക, കുമ്പളങ്ങ, പടവലങ്ങ, സാമ്പാർ മുളക് അരിഞ്ഞത്, പയർ, ഇത്രയും ചേർത്ത് വെജിറ്റബിൾ കറിയാണ് ഉണ്ടാകുന്നത്. വെള്ളം അടുപ്പിൽ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അതിലേക്കിട്ട് ഒരു വെജിറ്റബിൾ കറി, ഈ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. ഈ കുമ്പളങ്ങ അരച്ചത് ഇത് ചേർത്ത ഒരു തരം സ്പെഷ്യൽ ചപ്പാത്തിയാണ്. അപ്പോൾ ഇത് നമ്മൾ ആരോഗ്യത്തിന് നല്ലതാണ്. ഈ വെജിറ്റബിൾ കറി എല്ലാം കൂടി ഇട്ട് വേവിച്ച ശേഷം ഇനി കാണിക്കാം. അങ്ങനെ ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നമ്മളെ വെജിറ്റബിൾ കറിക്കുള്ളത് തിളയ്ക്കുന്നുണ്ട്. ഇനി ബാക്കി എല്ലാം റെഡിയായതിന് ശേഷം കാണിക്കാം. ഇതിലിത്തിരി തേങ്ങ അരച്ചതും കൂടി ചേർക്കണം, എന്നാൽ വെജിറ്റബിൾ കറി ശരിയാവും. ഓക്കെ, കറിക്കുള്ള പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഒന്ന് പതഞ്ഞാൽ മതിയാവും. ഗ്യാസ് കുറച്ച് ഒരു മിനിറ്റ് വെച്ചേക്കും. അപ്പോൾ നമ്മളെ വെജിറ്റബിൾ കറി റെഡി. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കറി റെഡിയായി കഴിഞ്ഞു. കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, അപ്പോൾ ഇത് നല്ല ഒരു മണം കിട്ടും. അപ്പം കരിവേപ്പില ഇട്ട് നല്ല വെജിറ്റബിൾ കറി ഇളകി കൊടുക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് പതയാൻ വേണ്ടി, പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം തീ കെടുത്താൽ ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമാണ്. തീ കെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് ഒരു മിനിറ്റ് കഴിയുമ്പോൾ വെജിറ്റബിൾ കറി റെഡിയാണ്. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ നീര് ചേർത്ത ചപ്പാത്തി റെഡിയാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ കറി, ഇതിൽ കുമ്പളങ്ങ നീര് വെച്ച് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആൽക്കലിനിറ്റി, നമ്മളെ പ്രകൃതി ഭക്ഷണത്തിന് വേണ്ടി അങ്ങനെ ശരീരത്തിന് ഗുണപ്രദമായ രീതിയിലുള്ള ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവർക്കും ബൈ.